ഹലോ ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോയപ്പോൾ ഒരു കടയിൽ കണ്ടതാണ് ഒരു തത്തമ്മേനെ. തത്തമ്മ പാവം എന്തോ തിന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ഇതിൽ വീണ് പോയി. തത്തമ്മക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. തത്തമ്മ എന്നോടും കുറേ പറഞ്ഞു നോക്കി, പക്ഷെ എനിക്കും അത് എടുത്തു കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കണ്ടാ തത്തമ്മ കാണിച്ചു തരുന്നത്, അതിൻ്റെ ഉള്ളിൽ പോയത് നിർത്തുകടാന്നെല്ലാം പറയുന്നുണ്ട് കുറേ. പാവം ഇല്ല, നീ അതൊന്ന് ബൊക്ക് ഇതാ പറയുന്നത്. എന്ത് ചെയ്യാൻ. ഇത് കണ്ടോ, ഇത് കുറേ കാലമായിട്ടുള്ള സംഭവമാണ്. എന്തിനാ ഇരിക്കുന്നതെന്ന് ഇവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. അടിപ്പാത വേണമെന്നോ അതിൻ്റെ അവരാടി ഇരിക്കുന്നത്. എൻ്റെ തൊട്ട് മുടിയിൽ ഒരു അടിപ്പാതയുണ്ട്. എന്താ ഉദ്ദേശം അമ്മ? ഇതൊരു ചരക്ക് ട്രെയിനിൻ്റെ ബോഗിയാണ്. എത്ര എണ്ണ നോക്കി. പറഞ്ഞൊരു കാര്യം, ഇത് കാല് വണ്ടിയാണ് കേട്ടോ. നമ്മളൊരു ക്രോസിങ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ്. എന്നാ ഒറ്റ എഞ്ചിനേ ഉള്ളൂ. അപ്പോൾ തോന്നിയ കാര്യം കൊണ്ടായിരിക്കുന്നത്. പക്ഷേ ഇനി ഇന്ത്യയിലെ അവസ്ഥ എന്താ വെച്ചാൽ, ഇനി പുറകിലിരിക്കുന്ന ഒരാളില്ലേ, അയാൾക്ക് എന്ത് ബോറായിരിക്കുമല്ലേ. ഇത് നോക്കി ഇങ്ങനെ ഇരിക്കണ്ടേ, ഒന്നും ഉറങ്ങാനും പറ്റില്ല. ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ചെയ്ത്തല്ലേ. എന്ത് ചെയ്യാതെ ഒരു കാട്ടിലെല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആടെ ഇട്ട് തന്നെ ഇത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതെല്ലാം എടുക്കൽ. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിന്, സാധാരണ 2 എഞ്ചിനെല്ലാം ഉണ്ടാകുന്ന വണ്ടിയിലുണ്ടല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ എല്ലാം ഇലക്ട്രിക്കലിലായതുകൊണ്ട് ഒന്ന് മതി എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് അടുത്തത് വരുന്നത്. അപ്പോഴത്തെ അതിന് നോക്കുമ്പോൾ 2 എഞ്ചിനുണ്ട് കേട്ടോ. അല്ല, ഓരോരോ സമയത്ത് ഓരോരോ ഇതാണ്. എല്ലാം പറഞ്ഞ് തീരുമ്പോഴത്തേക്കാണ് സംഭവം. എത്രയാണ് പോകിയെന്നറിയാം. ഞാൻ ഏകദേശം ഒരു 45 വരെ എണ്ണീനി, പിന്നെ വിട്ടുപോയി. ഇതെല്ലാം വലിച്ചിട്ട് പോകുന്നില്ലേ, അത് ഈ നൂലുമായ പോലെയുള്ള സ്ഥലത്ത് കൂടി പോകുന്നല്ലേ. പക്ഷേ എന്തൊരു കഷ്ടമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോക്കോ പൈലറ്റുമാർ പിന്നെ ഒന്നിച്ച ഒരാളുണ്ടാവും. ഈ പുറകിലിരിക്കുന്ന ചങ്ങായിയുടെ കാര്യമാണ് ആകെ കഷ്ടം. ഒന്നും മിണ്ടാനോ പറയാനോ ഒന്നും പറ്റൂല. ഒന്ന് ഉറങ്ങാനോ ഇരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഇരിക്കണ്ടേ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സൈറ്റിലെത്തി കേട്ടോ. നമ്മൾ പണിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ടേ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ തിരിച്ചു വരികയാണ്. ഇത് നമ്മൾ ചെറുവത്തൂർ എത്താനാകുമ്പോഴൊരു സ്ഥലമാണ് വീരമലയില്ലേ. ഒരു കാലത്ത് ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് ആകെ ഫുള്ള് നാശകോശമായതാണ്. വീണ്ടും കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. എപ്പോഴാണെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. കാരണം അത്രയും വലിയൊരു കുന്നാണ്. ആ കുന്നിന് മുട്ടിയിട്ടാണ് ഇവർ ഇത് കെട്ടിയേക്കുന്നത്. ഉണ്ടോ, എല്ലാം പൊളിഞ്ഞ് വീണ് ഒരു ലെവലായിട്ടുണ്ട്. പൊളിയാതിരുന്ന ഭാഗ്യം, അത്രമാത്രം. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇതുണ്ട്, നമ്മളെ സൂര്യൻ ഏകദേശം പോകാനായിട്ടുണ്ട്. എന്നാൽ പിന്നെ 2 ഫോട്ടോ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇതെല്ലാമാണ് പിള്ളേരെ എന്ന് നോക്കിയാൽ ആത്മാർത്ഥത. ആ കളിയോട് അവരത്രയ്ക്കും അതിനെ സ്നേഹിക്കുന്നുണ്ട്. രാത്രി അത്ര ഇരുട്ട് കഴിഞ്ഞ ശേഷം ഒരു 6:30-7 മണി സമയത്താണ്. പക്ഷെ എന്നിട്ടും പിള്ളേർ അത്രയും ഇതായിട്ട് കളിക്കുന്നുണ്ട്. അതിലൊരു ചെക്കൻ ഉരുണ്ട് വീണുണ്ടോ. പക്ഷേ ചെക്കൻ എന്നാലും ഫുൾ ആക്റ്റീവായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. പണ്ടെല്ലാം ബോർഡ് പിന്നെ നാട് എഴുത്താണ്. ഇപ്പോഴെല്ലാം ലൈറ്റായി LED ഫുള്ള് സെറ്റപ്പ്. ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാണ് കേട്ടോ. ഒരു കുത്തു പൊറോട്ട എന്നുള്ള രീതിയിൽ എല്ലാം മേടിച്ച് സെറ്റാക്കിയിരുന്നു. പക്ഷെ സംഭവം ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടിനെ. അപ്പം ഏതായാലും ഒരു കൈ നോക്കാമെന്ന് വെച്ച് ചെയ്തതാണ്. ഓക്കെ ഗൈസ്, നാളെ കാണാം.